ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ലക്ഷദ്വീപിലെ ഒരു സ്പെഷ്യൽ ഐറ്റമായ കിലാഞ്ചിയും ഫാലുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അവിടുത്തെ സൽക്കാരങ്ങളിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ വിഭവമാണ് ഈ കിലാഞ്ചിയും ഫാലും. കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരമാണ് ഇത്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കിലാഞ്ചി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് 2 മണിക്കൂർ നമുക്കതൊന്ന് കുതിർത്തിയെടുക്കണം. അരി നന്നായി കുതിർന്നതിന് ശേഷം അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായി 1/2 കപ്പ് വെള്ളവും ചേർത്ത് തീരെ തരികളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് കിലാഞ്ചിയുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു 1.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് മാവ് ഒന്ന് നന്നായി ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള അരിക്കനുസരിച്ച് വെള്ളം ചേർക്കുന്നതിലും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ലൂസാക്കി തന്നെ മാവ് റെഡിയാക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കിലാഞ്ചി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചൂടായിട്ടുള്ളൊരു ഫ്രൈ പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്ക് എത്രയും കനം കുറച്ചുണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് നൈസായിട്ട് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. 30-35 സെക്കൻഡിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. കിലാഞ്ചി നന്നായി കുക്കായതിനു ശേഷം 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിലാഞ്ചി മടക്കിയെടുക്കേണ്ടത്. ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ ഓരോ കിലാഞ്ചിയും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് കിലാഞ്ചിയിൽ ഒഴിച്ച് കഴിക്കാൻ പാലും പഴവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1.5 തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഞാനിവിടെ 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് ഇതുപോലെ പൊടിച്ചിട്ടുള്ള ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. മണ്ണൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മതി. ലക്ഷദ്വീപിലൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ശർക്കര ചേർത്തിട്ടാണ് ഈ ഒരു വിഭവം റെഡിയാക്കാറുള്ളത്. ശർക്കര ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 6-7 ഞാലിപ്പൂവൻ പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാലിപ്പൂവിന് പകരം റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ പൂവൻ പഴമൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കിലാഞ്ചിയുടെ കൂടെ കഴിക്കാനുള്ള ഫാലും റെഡി ആയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ഈ ഒരു മിക്സിന് ഫാലെന്നാണ് പറയാറുള്ളത്. കിലാഞ്ചിയുടെ കൂടെ ഈ പാലൊഴിച്ച് പഴം നന്നായി ഉടച്ച് ചേർത്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.